ഇത് ആ ഓടി വരുമ്പോഴുള്ള പ്രസൻസ് ഉണ്ടല്ലോ 3 lakh ബിലോ ആണ്. അതേതാണ് ആ വണ്ടി? അതൊരു വണ്ടി ഉണ്ട്, ഞാൻ കൊണ്ടുവരാം മോനെ, പോരാ. ഈ മണ്ടനോടെ പോയി. ഇനി നമുക്കിത് എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയണ ആ വലിയ എഞ്ചിനിലേക്ക് വരാം. എക്സോസ് പൈപ്പ് കാണുമ്പോൾ എനിക്ക് മറ്റേ ഡയലോഗ് ഓർമ്മ, ജഗതി പറഞ്ഞത്. ഇതെന്താടോ പാറ്റൻ ടാങ്കോ? അതെ അതെ. റിവ്യൂസിന്റെ അതിപ്രസരവുമായി റിവ്യൂ രസം. വെൽക്കം ടു ചാനൽ. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡ് തന്നെ 650 2001 ഈ ഇന്റർസെപ്റ്റർ 650. സോ ഇന്റർസെപ്റ്റർ 650 ഇത് കൊണ്ടുവന്നൊരു ടൈം ഉണ്ടായിരുന്നു അല്ലേ? അതെ, പറയാ. നവംബർ 2018 ടു ബി പ്രിസൈസ്. 2018 കൊണ്ടുവന്ന പാരലൽ ട്വിൻ, ആ ഒരു ടാഗ് ലൈൻ അത് ഭയങ്കരമായിരുന്നു. അത് കൊണ്ടുവന്നപ്പോ നമുക്ക് ഭയങ്കര ആഗ്രഹവും ഒരു ഡ്രീം വണ്ടിയായിട്ട് മാറിയതായിരുന്നു ഈ വണ്ടി. പിന്നെ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററിയിലോട്ട് പോകാല്ലേ? അതെ, ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് സത്യം പറഞ്ഞ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി ഉണ്ടാക്കിയൊരു ബൈക്കല്ല. ഇത് സത്യത്തിൽ അമേരിക്കൻ യൂറോപ്യൻ മാർക്കറ്റ്സിന് വേണ്ടി മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയൊരു ബൈക്കായിരുന്നു. അതും 1960-70 കാലഘട്ടങ്ങളിൽ. സത്യം പറഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഡൗൺഗ്രേഡ് ചെയ്ത് വന്ന ഒരു എഞ്ചിനാണ്. ശരിക്കുള്ള ഇന്റർസെപ്റ്റർ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ 750-700 cc സെഗ്മെന്റിലായിരുന്നു ലോഞ്ച് ചെയ്തത്. പിന്നീട് നമുക്ക് റിഫൈൻമെന്റും എല്ലാം വേണ്ടി വന്നപ്പോഴാണ് ഇതിനെ പിന്നെ ഡൗൺഗ്രേഡ് 650യിലേക്ക് കൊണ്ടുവന്നത്. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ ഒരു ഇൻബാലൻസ് വന്നേനെ, ചിലപ്പോൾ 750 കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ 650യുടെ ഒരു ബാലൻസ് അത് വേറെ തന്നെയാണ്. പിന്നെ പണ്ട് കാലങ്ങളിലായാലും ഒരു ലോങ് ടേമിലേക്ക് ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡ് യൂസിൽ എന്തൊക്കെ ഇഷ്യൂസ് വരുന്നു അങ്ങനെ ഒന്നും കെയറിങ് അല്ലായിരുന്നു. അത് ജസ്റ്റ് റീപ്ലേസ് വിത്ത് അനദർ ബൈക്ക്, അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നീട് കമ്പനി ഇതിന്റെ ലോങ് ടേം ലയബിലിറ്റി എല്ലാം തിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ 650യിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവന്നു, കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് എനിക്ക് ഓർമ്മയുണ്ട്, GT 535 ഇറങ്ങിയപ്പോ വണ്ടി ലൈക്ക് ലുക്ക് നല്ലതായിരുന്നു. പക്ഷെ അത് പ്രശ്നം എന്താ വെച്ചാൽ ആ എഞ്ചിൻ ആ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ രണ്ടുകൂടി മാച്ചിങ് അല്ലായിരുന്നു. അതിന്റെ പവർ ഡെലിവറി കുറച്ചുകൂടി എന്താ പറയാ, നമ്മുടെ ഈ ബുള്ളറ്റിന്റെ ഒക്കെ ആ ഒരു ഇതിലായിരുന്നു. 535 കുറച്ചുകൂടി ഹോഴ്സ് പവർ കൂടുന്നു മാത്രം. കുറച്ചും കൂടി എന്താ പറയാ മെക്കാനിക്കലായാലും ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു ഇതിന്റെ ഒരു പിന്നെ വൈബ്രേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇൻബാലൻസ് ആയിരുന്നു. ഭയങ്കര ഒരു ആ 535 സീസിന്റെ ആയിരിക്കും. പക്ഷെ അത് കൊണ്ടുവന്നപ്പോ ആൾക്കാർക്ക് ഭയങ്കര ലൈക്ക് ഒരു റെട്രോ പ്ലസ് ഒരു മറ്റേ കഫേ റേസർ എന്ന് പറഞ്ഞ ആദ്യം കൊണ്ടുവന്നത് ഭയങ്കര ഒരു പ്രോമിസിംഗ് ബൈക്കായിരുന്നു എൻഫീൽഡിൽ നിന്ന് വന്നത്. കാരണം റേസറായിട്ട് കൊണ്ടുവന്നൊരു വണ്ടിയായിരുന്നു. കുറെ കൂടി പവേർഡ് ആയിരുന്നു കമ്പയർ ടു ബുള്ളറ്റ്സ്. അപ്പൊ ആ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോഴാണ് നമ്മുടെ 650 2018 വരുന്നത്. BS4 നമുക്ക് ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലെ? കുറച്ചൊരു ഒരു എന്താ പറയാ ബ്ലറി ആയിട്ട് ഒരു ഹെഡ് ലൈറ്റ് ആയിരുന്നു. സോ നമുക്ക് കാര്യങ്ങളോട് എടുക്കാം. ഫ്രണ്ട് ഭാഗം ഇത് ആ ഓടി വരുമ്പോഴുള്ള പ്രസൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ ആടി ബാക്കിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു ഭയങ്കര പ്രസൻസ് ആണ്. അത് ഭയങ്കരമായിരുന്നു. അതിന്റെ മെയിൻ ഒരു റീസൺ തന്നെ ഇതിന്റെ ഒരു റെട്രോ സ്റ്റൈലിങ്ങിന്റെ ഒരു ഭാഗമാണ്. അതുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമുക്ക് ആ രണ്ട് എക്സോസ്റ്റ് ഇങ്ങനെ പോണത് ആ ഇങ്ങനെ ഓടി വരുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു ബൾക്കിനെസ്, അതാണ് ആ വണ്ടിയുടെ ഒരു പ്രസൻസ് ഭയങ്കരമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇതിന്റെ ഒരു പെയിന്റിംഗ് സ്കീമും അതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇതും ലൈക്ക് കുറെ ടൈപ്പ് കളേഴ്സ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ സിംഗിൾ കളറും ഡുവലുമായിട്ട്. പിന്നെ ക്രോം വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഭയങ്കര അട്രാക്റ്റീവ്. അതൊരു മെയിൻ്റെനൻസ് ക്രോമിന്റെ ഒരു ഇതുണ്ട്. അത് ചെയ്യണവരുണ്ട് കേട്ടോ, അടിപൊളി മെയിൻ്റെനൻസ് ആയിട്ട് കൊണ്ട് നടക്കണവരുണ്ട്. ചിലര് വീക്കെൻഡ് റൈഡ്സിന് മാത്രം യൂസ് ചെയ്യണവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യല് പിന്നെ ഹെഡ്ലൈറ്റിന്റെ ത്രോ അത്യാവശ്യം നല്ലതാണല്ലേ? ഹാലജൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല ത്രോ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഇന്റർസെപ്റ്ററിന്റെ പുതിയത് കൊണ്ടുവന്നല്ലോ OBD2. അപ്പൊ ഇവര് LED ആക്കി. LED ആയപ്പോ തന്നെ ലുക്ക് വൈസ് നൈറ്റ് വ്യൂ ഭയങ്കര രസാ. ഒരു 2 സെക്ഷനായിട്ട് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അതിന്റെ ത്രോ വളരെ മോശമായി പോയി. പിന്നെ നമുക്ക് ഈ ഹില്ലി ഏരിയാസിലൊക്കെ പോകുമ്പോ ആ ഒരു ഇത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറെ പേര് എന്താ പറയാ ഫോഗ് അഡീഷണൽ ആഡ് ചെയ്ത് അങ്ങനത്തെ പ്രശ്നമാണ്. ഇപ്പൊ MVD ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതായിരുന്നു നല്ല ഹാലജൻ. പക്ഷെ ആൾക്കാര് കമാൻഡ് ചെയ്തിട്ടാണ് ശരിക്കും എല്ലിയിലോട്ട് പോയത്. പിന്നെ എല്ലാം ഹാലജൻ യൂണിറ്റ് തന്നെയാണല്ലേ? എവിടെ നോക്കിയാലും ഒരു ക്രോമിന്റെ ഒരു അതിപ്രസരം കാണാൻ. പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ആക്സസറി ആയിട്ട് LED ആയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല.
ജസ്റ്റ് ആ ഒരു റെട്രോ ഫീൽ തന്നെ കിട്ടാൻ വേണ്ടി ആ ഒരു ബോക്സി ഷേപ്പ് തന്നെ കൊടുത്ത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി എല്ലാം സോളിഡ് ഫീൽ തോന്നുന്നുണ്ടെങ്കിലും ഇപ്പൊ തുടങ്ങാന്നുണ്ടെങ്കിൽ ഇപ്പൊ മഡ് ഗാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതൊരു കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗം ചെറുതായിട്ടൊരു ഫ്ലിംസിയാണ്, കുഴപ്പമില്ല. പക്ഷെ ആ ലുക്കിന് അവര് എങ്ങനെയൊക്കെയോ അത് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നീറ്റ് ലേ ഔട്ടാണ്, ഒന്നും ഓവറായിട്ടൊന്നുമില്ല, എല്ലാം നീറ്റിലെ ലേ ഔട്ടാണ്. ആക്ച്വലി ഫ്രണ്ട് സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആണ്, ഓടിക്കുമ്പോൾ നല്ല ഒരു വണ്ടിക്ക് നല്ലൊരു റൈഡ് ഉണ്ട്. അതെ, പക്ഷെ ട്രാവൽ കുറവാ, അപ്സൈഡ് ഡൗൺ ഫോക്സ് അല്ലാത്തതിന്റെ ഒരു. പക്ഷെ ഇതിന് അപ്സൈഡ് ഡൗൺ ഫോക്സ് കൊടുത്ത ഒരു ലുക്കും ഒരു റെട്രോ സ്റ്റൈലിംഗിന്റെ ആ ഒരു ബേസ്ഡ് അല്ലേ ഇതാണ്. പക്ഷെ നല്ല സോഫ്റ്റ് ആട്ടോ. ആക്ച്വലി നമ്മൾ 100ന്റെ കഴിഞ്ഞ റിവ്യൂല് പറഞ്ഞപ്പോൾ 100ന്റെ ഫ്രണ്ട് ഭയങ്കര സ്റ്റിഫ് ആയിരുന്നു, പക്ഷെ ഇതിന്റെ നല്ല സോഫ്റ്റ് ആണ്. ട്രാവൽ നല്ല വ്യത്യാസം ഉണ്ടെന്നോ. ഒരു കഫേ റേസർ ആ ഒരു ഇതിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സസ്പെൻഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. അതെ, പിന്നെ ഇത് കുറച്ച് ചെറിയ ഓഫ് റോഡിങ് ചെയ്യാൻ ചെറുതായിട്ട് വലുതായിട്ട് ചെയ്യാൻ പറ്റില്ല. ഗ്രൗണ്ട് ക്ലിയറൻസും പിന്നെ അതിനുള്ള ബാക്ക് സ്റ്റിഫ് ആണല്ലോ കുറച്ച്. സോ ടയർ പറയുകയാണെങ്കിൽ ഇതിപ്പോ സെമി ഓഫ് റോഡ് ടയർ ആണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോ എന്റെ കസിന്റെ വണ്ടിയാണ്, ആകാശിന്റെ വണ്ടിയാണ്. അപ്പൊ അവൻ സെമി ഓഫ് റോഡ് ഒരു ടയറാണ് കയറ്റിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ലുക്ക് രസമുണ്ട് കേട്ടോ സെമി ഓഫ് റോഡ്. ഇതിന്റെ ഫ്രണ്ട് വരുന്നത് 100 സെക്ഷൻ ടയറാണ്. 100 സെക്ഷൻ ടയർ. അതിന്റെ ഒരു ഡിസ്കിന്റെ സൈസ് തന്നെ ഉണ്ടോ, ഒരു ഭയങ്കര ഗ്രിപ്പാണ് അതിന്റെ ഒരു പെർഫോമൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ആക്ച്വലി നല്ല ബൈറ്റ് ആണ് ഫ്രണ്ട് ബ്രേക്ക് അല്ലേ. ചെറുതായിട്ട് കുറച്ച് സ്പോഞ്ചി ആയിട്ട് ഇടയ്ക്ക് തോന്നും, ബൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ വൈബ്രയുടെ ബ്രേക്സ് ആണ്. ആക്ച്വലി നമ്മളത് 100ന്റെ റിവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ബ്രേക്കിംഗ് ആണ് വൈബ്രയുടെ. പിന്നെ ഡുവൽ ചാനൽ എല്ലാ ബ്രാൻഡ്സിനും വൈബ്രയാണ് ഇപ്പൊ കൊടുക്കുന്നതല്ലേ ബ്രേക്കിംഗ്. വൈബ്രെ ലൈക്ക് അതൊരു എൻഫീൽഡ് എടുത്തിരിക്കാൻ ബ്രാൻഡ്, അവര് ഭയങ്കരമായിട്ട് എല്ലാ വണ്ടിക്കും അതാ കൊടുക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABS ആണ്. അത് പക്ഷെ ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് വളരെ ആവശ്യമാണ്. നല്ല വെയിറ്റ് ഉള്ള വണ്ടി, പെട്ടെന്ന് സ്റ്റോപ്പിംഗ് പവറും വേണം. അപ്പൊ നമുക്കിനി ഇതിന്റെ ക്ലസ്റ്ററിലോട്ട് കിടക്കാം. സോ ക്ലസ്റ്റർ പറയുകയാണെങ്കിൽ ആ രണ്ടെണ്ണം ഇരിക്കുന്നത് രസമാണല്ലേ. ഈ ടാക്കോമീറ്റർ ഇവിടെ, സ്പീഡോമീറ്റർ ഇവിടെ, ഓഡോമീറ്റർ. ഈവൻ അതിന്റെ ആ ഒരു വെൽക്കമിങ് തന്നെ എത്ര ഭയങ്കര ഒരു ഇതാ കൊടുത്തേനെ. ലൈക്ക് അത് നമ്മള് വണ്ടി ഓടിക്കുമ്പോണ്ടല്ലോ ആ ഇവിടെ റെവ് കയറുന്നത് കാണാൻ നല്ല ഭംഗിയാണ്, അനലോഗ് ആയതുകൊണ്ട്. പ്രത്യേകിച്ച് ഓൺ ചെയ്യുമ്പോ രണ്ടും ഫുൾ സ്വൈപ്പാണ്. അതെ, സ്വൈപ്പ് ചെയ്തിട്ട് നല്ല രസമാണ് കാണാൻ. എല്ലാ ബേസിക് ഇൻഫോർമേഷൻസ് ആണോ ഉള്ളൂ, അല്ലാതെ വേറെ ഡിജിറ്റൽ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഓവറായിട്ടൊന്നും കൊടുത്തിട്ടില്ല. റെട്രോ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇറക്കിയതാണ്. പക്ഷെ ട്രിപ്പർ നാവിഗേഷൻ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഫോൺ ഹോൾഡർ വെച്ചിട്ട് വെക്കാം. എന്താ വെച്ചാൽ ഇതില് പണി ചെയ്ത ആ ഭംഗി പോകും. ആ ഒരു ഹോൾഡർ ആയാലും എന്തെങ്കിലും ആക്സസറി ആഡ് ചെയ്യാനായിട്ടായാലും എൻഫീൽഡ് തന്നെ ഒരു കണക്ടിങ് ബാർ കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ തന്നെ. ഹാൻഡിൽ ബാർ റേസ് ഇത് കൊടുത്തിട്ടുണ്ടല്ലേ, ബാർ ഹാൻഡിൽ. പിന്നെ പറയുകയാണെങ്കിൽ കിൽ സ്വിച്ച് ഡിഫറൻസ് ആണ്. ഇപ്പത്തെ കിൽ സ്വിച്ച് മറ്റേ നമ്മുടെ 100ന്റെ സെയിം സ്വൈപ്പിംഗ് ആണ്. പക്ഷെ സ്വൈപ്പിംഗ് ഇത് ഇറക്കിയപ്പോ ഇങ്ങനെ തന്നെയാണ് ഇറക്കിയിരുന്നത്. ഈ OBD2 വന്നപ്പോഴാണ് അതിൽ ചേഞ്ച് വന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഹോൺ അടിപൊളി ഹോൺ, സൗണ്ട് ഭയങ്കര ഒരു ക്ലാസിക് ഒരു ടോൺ ഉണ്ട് എൻഫീൽഡിന്റെ. ഇപ്പോഴത്തെ ബൈക്സിന് ആ ഒരു ഇത് പോയി, ഇപ്പൊ ഡ്യുവൽ ടോൺ പോയിട്ട് ഒരു സിംഗിൾ ടോൺ ആയി. അതെ, നമ്മൾ ആ ഹോൺ അടിക്കുമ്പോ നമുക്ക് അറിയാം ബാക്കിൽ എന്തോ ഒരു ഭീകര സാധനമാണ് വരണത്. ആ ഒരു ഫീല് കൊണ്ടുവന്നുണ്ട് ഈ വണ്ടിയിൽ. ആ രണ്ട് ഹോൺ കൊണ്ടുവന്നു. ഒരു ഹെഡ് ടേണർ ഒരു പോയിന്റ് കൂടിയാണ് അത്, നമുക്ക് എല്ലാവർക്കും നോക്കാൻ ഡ്യുവൽ ഹോൺ. സോ നമുക്ക് ഇതിന്റെ ടാങ്കിലോട്ട് പോവാം. ടാങ്ക് നല്ല രസമല്ലേ കാണാൻ. അതെ, നീറ്റ് ലേ ഔട്ട് ആണ്. അതെ, ഒരുപാട് കട്ട്സ് ആൻഡ് ക്രീസസ് ഒന്നുമില്ല. ഒരു മിസ്റ്റേക്ക് പറയുന്നത് ഹിഞ്ച് കൊടുത്തിട്ടില്ല. അതെ, നമ്മളാ ഫുയിൽ അടിക്കുമ്പോൾ അത് 2018 തൊട്ട് ഈവൻ 2024 എത്തി നിൽക്കുമ്പോഴായാലും ലേറ്റസ്റ്റ് അപ്ഡേഷൻസിലും ഇല്ല. ഫിക്സഡ് ഹിഞ്ച് അല്ല, അത് റിമൂവബിൾ ആ, നമ്മുടെ കയ്യിൽ ഇരിക്കും ഊരി കഴിയുമ്പോൾ. ഇതിപ്പോ 2021 മോഡലാണ്. ഇതിൽ ബേക്കർ എക്സ്പ്രസ് പറഞ്ഞ കളറാണ്, അതിപ്പോ ഇല്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തല്ലേ. കുറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ പുതിയതില് അലോയ്സ് വന്നു, ലൈക്ക് ബ്ലാക്ക് ഔട്ട് ആയി ഫുള്ള് നമ്മുടെ ഈ ചാസി എല്ലാ ഭാഗങ്ങളും, എഞ്ചിൻ റൂം എല്ലാം. പക്ഷേ സ്റ്റിൽ ക്രോം വരുന്ന മോഡൽസും ഉണ്ട് കേട്ടോ. ക്രോം വരുന്നുണ്ട്. അത് ലൈക്ക് സ്പോക്ക് വീൽസ് അവർ വെച്ചിട്ടുണ്ട് ബേസ് മോഡലായിട്ട്. ടോപ്പ് എൻ ആണ് ലൈക്ക് 4 lakh അബവ് വരും അല്ലേ. ആ മോഡൽ 4,25,000 അടുപ്പിച്ച് വരും. അതിന് അലോയ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. സോ 13 ലിറ്റർ ടാങ്ക് ആണല്ലേ അത്യാവശ്യം. പക്ഷെ ഒരു കുഴപ്പമില്ല, മൈലേജ് നോക്കുമ്പോൾ ഒരു 15 ലിറ്റർ. ഇത് വാങ്ങിക്കുന്ന ഒരാള് ലൈക്ക് മൈലേജിനേക്കാൾ എന്തൂസിയാസം ഉണ്ട്, ഒരു ഓടിക്കുന്ന ഒരു ഡ്രൈവ് പ്രഷർ ഉണ്ട്, അത് ആസ്വദിക്കാൻ വേണ്ടിട്ട് ഓടിക്കുമ്പോ ലൈക്ക് നമ്മളത് മൈൻഡ് ചെയ്യില്ല. പക്ഷെ എന്നാലും ഒരു 15 ലിറ്റർ ടാങ്ക് ആണെങ്കിൽ കുറച്ചുകൂടി ലൈക്ക് എന്താ പറയാ, ലോങ് റൈഡ്സിനൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു, ഒരു ഫ്രീ ആയിട്ട് ഓടിക്കാം. എക്സാക്ട് പറയുകയാണെങ്കിൽ 13.7 അല്ലേ. ഇനി നമുക്കിത് എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയണ ആ വലിയ എഞ്ചിനിലേക്ക് വരാം. CC എഞ്ചിൻ, അത് കാണുമ്പോ എന്തൊരു ഭീകരതയല്ലേ. അതെ, ഇതിനിപ്പോ ക്രാഷ് ഗാർഡ് ഇല്ല, എഞ്ചിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ഫിൻസ് 2 ഡ്യുവൽ ടോണിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പർ പാർട്ട് ലോവർ പാർട്ടായിട്ട്. അതാ ഒരു എഞ്ചിന്റെ ഒരു ഭംഗിനെ തന്നെ അവിടെ
സോ ഇതിന്റെ എഞ്ചിൻ പറയുകയാണെങ്കിൽ 8 വാൾവ് 648cc പാരലൽ ട്വിൻ 2 സിലിണ്ടേഴ്സ് ആണ് അപ്പോൾ ഉള്ളത്. ഹോഴ്സ് പവർ നോക്കുകയാണെങ്കിൽ 47 PS-ഉം 52 Nm ടോർക്കും ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആ ഓടിക്കുമ്പോൾ തന്നെ അറിയാം, അതിന്റെ ആ ടോർക്ക് ഇനീഷ്യലി തന്നെ വരുന്നോണ്ട് നമ്മൾ എടുത്തു പോണ ആ ഒരു പവർ ഫീൽ ചെയ്യും. ഈവൻ ഒരു ചെറിയൊരു ലാഗ് പോലും ഇല്ല, എല്ലാം ക്വിക്ക് ആയിട്ടാണ് എടുത്ത് പോകുന്നത്. ഒരു വല്ലാത്തൊരു ഡ്രൈവാണ് ഇതിന്റെ. ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് ഒബ്വിയസ്ലി. യെസ്. പിന്നെ ഇവിടെ നമ്മുടെ ഇന്റർസെപ്റ്റർ 650 ചെയ്തിരിക്കുന്ന ആ ഭാഗം കണ്ട കാണാൻ നല്ല ഭംഗിയാണ്. അതിന്റെ ഉള്ളിൽ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്, ഒരു ആരോ മാർക്ക്, ഒരു ശരം വിട്ട പോലെ പോകുന്ന ആ ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടി ഒരു ആരോ. ഗോസ് ലൈക്ക് ബുള്ളറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇതാണ് ശരിക്കും ഗോസ് ലൈക്ക് ബുള്ളറ്റ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ എക്സോസ്റ്റ് പോണ പൈപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, 2 സൈഡിലും ഉണ്ട്. അത് ആ രണ്ടും ആ വലുതായിട്ട് നിക്കണ കാണാൻ നല്ല ക്രോം കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു റസ്റ്റിംഗ് ആയാലും ഒരു ചെളി പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കായാലും ക്ലീനിങ്ങും മെയിൻ്റെനൻസ് ഒക്കെ. പിന്നെ പറയുകയാണെങ്കിൽ എക്സോസ് പൈപ്പ് കാണുമ്പോൾ എനിക്ക് മറ്റേ ഡയലോഗ് ഓർമ്മ ജഗതി പറഞ്ഞത്, എന്തുവാടാ ഈ ആയുധം, ഇതെന്താ പാറ്റൻ ടാങ്കോ എവിടെ? അതെ അതെ, ഇതിന്റെ ആ മെയിൻ്റെനൻസ് ഇച്ചിരി ടാസ്ക് ആണ്. അതെ, അത് പക്ഷെ ഇത് എടുക്കണവർ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തായാലും വണ്ടി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വണ്ടിക്ക് പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ 650 സെഗ്മെന്റ് തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് BFM ആയിട്ടുള്ള ഒരു ബൈക്കാണിത്. ഈവൻ ദോ പലരും പറയും ഇതൊരു സ്ലോസ്റ്റ് ബൈക്കാണ്, അത്ര റവിങ് അല്ല, അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതിന്റെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു പോയിന്റിൽ ഇത് ഏറ്റവും വാല്യൂ ഫോർ മണി ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഹൈ റവിങ് മോട്ടർ അല്ല, അത് ഒബ്വിയസ്ലി ഇറ്റ്സ് എ ലോങ് സ്ട്രോക്ക്. അതിന്റെ ആ റേഡിയേറ്റർ അവിടെ വെച്ചിരിക്കുന്നത് ഇത് എയർ/ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ അതിന്റെ കൂളിങ്ങിന്റെ ആ റേഡിയേറ്റർ നമുക്ക് അവിടെ കാണാം, ഓയിൽ കൂളിംഗ് ആണ് അവിടെ. പിന്നെ എയർ കൂളിംഗും ഉണ്ട്, പക്ഷെ ഹീറ്റിംഗ് ഉണ്ട്, നല്ല ഹീറ്റിംഗ് ആണ്. 650cc നമ്മളത് എക്സ്പെക്ട് ചെയ്യണം ആ ഹീറ്റിംഗ്. എന്ന് വെച്ചാൽ ഇത് ട്രാഫിക്കിൽ കൊണ്ടു നടക്കേണ്ട വണ്ടിയല്ല. നമ്മള് ലോങ് ട്രിപ്പിന് പോകുമ്പോഴൊക്കെ അപ്പോഴൊന്നും അങ്ങനെ ഹീറ്റ് അടിക്കുന്നില്ല കേട്ടോ. ലോങ് ട്രിപ്പിലൊന്നും നമ്മൾ പ്രോപ്പർ ഷൂവും പ്രോപ്പർ പാന്റും ഉണ്ടെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് ഒന്നും അറിയുന്നില്ല, നമുക്ക് അങ്ങനെ കൊണ്ടു നടക്കാവുന്നത്. പ്രോപ്പർലി ഗിയർഡ് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ ലോങ് സ്ട്രെച്ച് ഹൈവേയിൽ ഓടിക്കുമ്പോഴേ ആ ഹീറ്റിംഗ് ഒരിക്കലും അനുഭവപ്പെടില്ല, ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകും. എന്നാൽ ഡെഡ് ട്രാഫിക്കിലാണെങ്കിൽ നമ്മൾ സഫർ ചെയ്തിരിക്കും. ട്രൗസർ ഇട്ട് ഓടിക്കണമെന്നും ഇമാജിനേ ചെയ്യരുത്. ലൈക്ക് എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ട്രൗസർ ഇട്ടിട്ട്, അപ്പോൾ ട്രൗസർ ഇടാണ്ട് ഓടിക്കണതാണ് നല്ലത്. ഈവൻ ഇതിന്റെ ഒരു എക്സോസ്റ്റ് ടിപ്പിൽ തന്നെ നമ്മുടെ ഫുട്വെയർ കൊണ്ടിട്ട് ഉരുകിപ്പോയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഹോട്ടാണ് ഇതിന്റെ ഒരു സിസ്റ്റം. പിന്നെ സീറ്റ് വരികയാണെങ്കിൽ ഇത് ആക്സസറി അവൻ കയറ്റിയതാണ്. സ്റ്റോക്ക് സീറ്റ് കുറച്ച് ഫ്ലാറ്റ് ആണല്ലേ. അതെ, പിന്നെ ഭയങ്കര കുഷിനിയാണ്. അപ്പോൾ ഷോർട്ട് റൈഡ്സിന് കംഫർട്ടബിൾ ഉള്ളൂ, ലോങ് റൈഡ്സിന് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആവും. പിന്നെ പില്യൻ പിടിച്ചിരുന്നില്ലെങ്കിൽ പോക്കാണ്, തീർച്ചയായും നേരെ താഴെ വീഴും. അതുപോലത്തെ ഒരു അത്ര ടോർക്കാണ് വണ്ടി എടുത്ത് പോകുമ്പോഴേ. ബാക്കിലിരിക്കുമ്പോൾ നമ്മൾ പിടിച്ചു തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ചിലവർ ബാക്ക് റെസ്റ്റ് വെക്കുന്നുണ്ട്, പക്ഷെ ബാക്ക് റെസ്റ്റ് വെച്ചാൽ ഭംഗി പോകും. ഭംഗി ബാക്കി എന്നുള്ളത് ഒരു റെട്രോ സ്റ്റൈലിങ്ങിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ ഗ്രാബ് റെയിൽ പ്രോപ്പർലി പിടിച്ചാൽ മതി. ലൈക്ക് പ്രോപ്പർലി ഓടിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ബാക്കിൽ പ്രശ്നങ്ങളൊന്നും സോഫ്റ്റ് ആണ് ഇരിക്കാനൊക്കെ. പിന്നെ ബാക്കിൽ 2 സസ്പെൻഷൻ ആണല്ലേ. ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ക്യാരക്ടർ ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ എൻഫീൽഡിന്റെ ബൈക്സിലും ഒരു ട്വിൻ സസ്പെൻഷൻ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്, ഈവൻ ഫ്രം ദ ഹണ്ടർ. എന്താ വെച്ചാൽ മോണോഷോക്ക് കൊടുത്താൽ ലുക്ക് ഉണ്ടാവില്ല, ട്വിൻ ഷോക്ക് പക്ഷെ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കും ആ ഒരു മോണോഷോക്ക് കൊടുത്താൽ. അത് നമുക്ക് അതിലേക്ക് വരാം. ഇതിപ്പോ ട്വിൻ ആയിട്ട് വരണം അല്ലേ, പക്ഷെ കുറച്ച് സ്റ്റിഫ് ആയതുകൊണ്ട് തന്നെ റൈഡും ഹാൻഡ്ലിങ്ങും ബെറ്റർ ആയി, ഭയങ്കര ഒരു ബെറ്റർ ആയി തന്നെ പറയാം. വെയിറ്റിന് നമുക്ക് അത്ര ഹാൻഡ്ലിംഗ് കിട്ടില്ല, എന്നാലും അത്യാവശ്യത്തിനുള്ള ഹാൻഡ്ലിംഗ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ടെയിലൈറ്റിലേക്ക് വരാം. ടെയിലൈറ്റ് കാണാൻ രസമൊക്കെ ഉണ്ട്. കുറെ പേര് നമുക്ക് മോഡിഫൈ ചെയ്യണ കാണാല്ലേ, ആ റൗണ്ട് വെച്ചിട്ട് ഒരു ബോബർ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട്. പിന്നെ ഇതിന്റെ ഒരു റെട്രോ ഫിനിഷ് കീപ്പ് ചെയ്യാൻ തന്നെ ഒരു ക്രോം എലമെന്റ്സ് ആയാലും അതിന്റെ ഒരു ബൾബ് സെറ്റപ്പ് എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫുൾ ഹാലജൻ സെറ്റപ്പ് ആണ് മൊത്തം, ടെയിൽ ലൈറ്റ് വരെ ഹാലജൻ ആണ്. ഈവൻ ഈ ബൈക്കിൽ ഒരു LED എലമെന്റ് എന്ന് പറയാൻ പോലും ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ലൈക്ക് ഒരു സ്ഥലത്ത് LED ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു കുറവ് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ന്യൂവർ മോഡൽസിൽ LED മറ്റേ ഹെഡ് ലാമ്പിൽ മാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു നമുക്ക് റൈഡിലേക്ക് പോണതിന് മുന്നേ എടാ ഇതിപ്പോ 3.8 lakhs 4 lakhs ഒക്കെ വരുന്നുണ്ട് റേഞ്ച്. അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോ നമുക്ക് ഈ സെയിം ലോങ് റൈഡിന് ആക്സസറി വെച്ചിട്ട് പവറും കിട്ടണം, നല്ല എന്താ പറയാ ഒരു പില്യൻ വെച്ച് പോകാൻ ഒരു കംഫർട്ടുള്ള ഒരു വണ്ടി വേണം. അത് ഏതായിരിക്കും? 3 lakh ബിലോ ആണ് വണ്ടി. അതേതാണ് ആ വണ്ടി? അതൊരു വണ്ടി ഉണ്ട്, ഞാൻ കൊണ്ടുവരാ മോനെ. പോരാ, ഈ മണ്ടനോടെ പോയി. ഓ മുതല് സാരം. അതെ, പറയുമ്പോ ഇത് 650cc അല്ലെങ്കിലും പവർ 40 PS പവറുള്ള വണ്ടിയാണ്. അപ്പൊ ഇത് നമുക്കൊരു
കമ്പാരിസൺ ആയിട്ട് വെക്കാം. അതെ, ലൈക്ക് 3 lakh ബിലോ ആണെങ്കിൽ പറ്റിയ സാധനമല്ലേ ഇത്? പറ്റിയത് പിന്നെ വാല്യൂ ഫോർ മണിയാണ് സത്യം പറഞ്ഞ ഈ ഒരു സെഗ്മെന്റില്. അതെ, ഒരു ക്രൂസർ ബൈക്ക് ഭയങ്കര VFM ആയിട്ട് കൊണ്ടുവന്നൊരു വണ്ടി തന്നെയായിരുന്നു. സോ ഇത് പറയുകയാണെങ്കിൽ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. റെട്രോ സ്റ്റൈലിംഗ് നമ്മൾ അങ്ങനെ കമ്പാരിസൺ പറയല്ല, നമ്മൾ കുറച്ചുകൂടി യൂസേഴ്സിന് ലൈക്ക് 3 lakh ബിലോ വേണ്ടവരും ലൈക്ക് ആ ബഡ്ജറ്റ് ഉള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഈ വണ്ടി ഞാൻ കൂടുതലും റെക്കമെൻഡ് ചെയ്യാം. ഈവൻ ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് നോക്കുകയാണെങ്കിലും എല്ലാം ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. പക്ഷെ ഇതിന്റെ എൻഫീൽഡ് സർവീസ് കുറച്ച് കുറവാണ്, മെയിൻ്റെനൻസ് കുറവാണ് കമ്പയർ ടു അതർ 650s. പക്ഷെ രണ്ടിനും ഓയിൽ നല്ല ചാർജാണ്, എഞ്ചിൻ ഓയിൽ. പക്ഷെ ഞാൻ പറയാണ് ലൈക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വേണ്ട വണ്ടിയാണ് ഇത്. മൈലേജ് കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നുന്നല്ലേ ഇതിന്? 650cc അല്ലല്ലോ, കുറച്ച് കൂടുതലാണ്. എന്നാലും മൈലേജ് നോക്കണ്ട, ബിലോ 30, ബിറ്റ്വീൻ 25-30 ആ ഒരു റേഞ്ച്. ഇനി മൈലേജ് നോക്കാനല്ല ഈ വണ്ടി എടുക്കുന്നത്. നമ്മള് ബേസിക്കലി കുറച്ച് ലോങ് ട്രിപ്പ് പോകാനും ആ ഒരു റൈഡ് ഫീൽ കിട്ടണമെങ്കിൽ ഈ രണ്ട് വണ്ടിയിൽ രണ്ട് ബഡ്ജറ്റിൽ നമുക്ക് വെച്ചിട്ടുണ്ട് ഈ രണ്ട് വണ്ടി. സോ ഇതിന്റെ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഫുൾ LED സെറ്റപ്പ് ആണ്. പിന്നെ USD ഫോക്സ് വന്നു. ഇതിന്റെ മുന്നേ BS4 വന്നപ്പോൾ മറ്റേതായിരുന്നു അല്ലേ, അത് കുറച്ച് ഓക്വേർഡ് ലുക്കിംഗ് ആയിരുന്നു. USD വന്നപ്പോൾ ആ ലുക്ക് വന്നു. പിന്നെ ആ ഡിസ്കിന്റെ സൈസ് നോക്കിയേ ഫ്രണ്ടിലത്തെ, ഇതും വൈബ്ര തന്നെയാണല്ലേ? വൈബ്ര തന്നെയാ, യെസ് വൈബ്ര. പിന്നെ അലോയ് വീൽസ് ആണ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്, നല്ലൊരു ഡിസൈൻ ആണ്. ഫ്രണ്ട് 110 സെക്ഷൻ ടയർ ആണ്. പിന്നെ USD ഫോക്സ് ആ വന്നപ്പോ തന്നെ ഭയങ്കര ഡിഫറൻസ്, ഭയങ്കര അട്രാക്റ്റിംഗ് ഒരു ഇതുണ്ട്. പക്ഷേ അതിന്റെ ഒരു ഡിസൈൻ ആ ഒരു കളർ എല്ലാം കൊടുത്തേക്കുന്ന ഒരു ഭംഗിയുണ്ട്. ഇനി ഈ വണ്ടി മൊത്തം ഫുൾ LED ആണ് അല്ലേ? ഇത് ഫുൾ ഹാലജൻ ആണെങ്കിൽ ഇത് ഫുൾ LED, നേരെ ഓപ്പോസിറ്റ്. പിന്നെ വിൻഷീൽഡ് നല്ല ഭംഗിയുണ്ടല്ലേ, ആക്ച്വലി നല്ല സ്റ്റോക്ക് വരുന്നതാണ് ഏറ്റവും വലിയൊരു സർപ്രൈസിംഗ് പോയിന്റ്. ഇത് വാല്യൂ ഫോർ മണി മാത്രല്ല, സ്റ്റോക്കിലാണ് അവര് വിൻഷീൽഡും കൊടുത്തിട്ടുണ്ട്, ബാക്ക് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്, കാരിയറും ഉണ്ട്. അത് ഭയങ്കര ഒരു ഇതായിരുന്നല്ലേ. ഇത് ഞങ്ങളുടെ തന്നെ ഒരു കോമൺ ഫ്രണ്ട് അതുലിന്റെ ബൈക്കാണ്. ഇത് അവൻ ഓൺ റോഡ് ഇറക്കിയപ്പോ തന്നെ ഇതെല്ലാം കമ്പനി തന്നെ സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്താണ്. അവന് ആക്സസറി ആയിട്ട് ഒന്നും വാങ്ങിച്ചു വെക്കേണ്ടി വന്നില്ല. പിന്നെ USB ഇത് കൊടുത്തിട്ടുണ്ട്, പിന്നെ നക്കിൾ ഗാർഡ് ഉണ്ട്. ഇതൊക്കെ അവര് ആ സ്റ്റോക്കിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് എഞ്ചിൻ സൈഡിലോട്ട് പോകാം. സോ ടാങ്ക് 13 ലിറ്റേഴ്സ് ആണ്. നല്ല ബൾക്കിനെസ് ഇല്ല, കേർവ് നല്ല ഭംഗിയുണ്ട്. എഞ്ചിൻ പറയുകയാണെങ്കിൽ 373cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്, 4 സ്ട്രോക്ക് എഞ്ചിൻ. 40 PS 35 Nm ടോർക്കും ആണ് വണ്ടിക്കുള്ളത്. പിന്നെ ലിക്വിഡ് കൂൾഡ് റേഡിയേറ്റർ അത് കാണാം നമുക്ക്. അങ്ങനെ സൗണ്ട് കുറച്ച് സൗണ്ട് ഉണ്ട് ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ഐഡ്ലിംഗ് നോയ്സ് നല്ലൊരു സൗണ്ട് ആണ്. ഇതിന്റെ സ്റ്റോക്ക് ബെസ്റ്റ് ആണ്, സൗണ്ട് ആണ് ആക്ച്വലി ബെസ്റ്റ് സൗണ്ടിങ് മെഷീനിലെ അണ്ടർ 3 lakhs പറയുകയാണെങ്കിൽ. പിന്നെ പറയുകയാണെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, ഫീച്ചർ ലിസ്റ്റ് കുറെ ഉണ്ടല്ലേ, ഒരുപാടുണ്ട്. ഇത് കുറച്ചുകൂടി യൂത്ത് ആൾക്കാർക്ക് അല്ലേ അട്രാക്റ്റിംഗ് ഭയങ്കരമായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ്സിലേക്ക് എനിക്ക് വരുമ്പോ കമ്പയർ ടു ഇന്റർസെപ്റ്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സസ്പെൻഷൻ, ആ ഒരു സെൻട്രൽ ഷോക്ക് കൊടുത്തത് ഭയങ്കര ഒരു കംഫർട്ടബിൾ ഒരു സുഖമായിരുന്നു. പക്ഷെ അവരൊരു നെഗറ്റീവും വന്നു, വൈബ്രേഷൻ. പിന്നെ ഇതിന്റെ ഒരു സീറ്റിങ്ങും ഭയങ്കര സ്റ്റിഫ് കുഷനിങ് ആയിരുന്നുകൊണ്ട് പിന്നെ പക്ഷെ ആ വൈബ്രേഷൻ നമ്മൾ ക്യാരക്ടറായിട്ട് എടുക്കും. വൺസ് യു ലൈക്ക് ഒരു ഓണർഷിപ്പ് ഒരു 3 years ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ യൂസ്ഡ് ആവും. നമ്മൾ പറഞ്ഞ ആക്സസറി ആ ബാക്ക് റെസ്റ്റ് എടുത്തിരിക്കുന്നുണ്ട്, ഒരു സ്റ്റോക്ക് നീറ്റ് ലേഔട്ട്, ഒരുപാട് ബൾക്കിനെസ് ഒന്നും കൊടുത്തില്ല, ഒരു സിമ്പിൾ ലേഔട്ട്. യൂസബിലിറ്റി ഉണ്ട് കേട്ടോ, ഉണ്ട്. പിന്നെ ആ ഒരു ബാക്കിലെ കാരിയറിലെല്ലാം കാണാൻ ഭംഗിയുണ്ട്. ബാക്കിലത്തെ 140 സെക്ഷൻ ടയർ ആണ്, കാണാൻ നല്ല രസമുണ്ട്, നല്ല വൈഡ്. 140 അല്ല 150 സെക്ഷൻ ടയർ അല്ലേ? 150 സെക്ഷൻ ടയർ ആണ്. ആ ഡുവൽ എക്സോസ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഈ റെയർ ഡിസ്ക് ഉണ്ട്, ഒരു ചെറുതായ പോലെ തോന്നുന്നില്ലേ? പക്ഷെ ഇറ്റ് ഡസ് ദ ജോബ്. അത് ഒരു കംപ്ലൈന്റ് ആയിട്ട് ലൈക്ക് നമുക്ക് പറയേണ്ട ഒരു പോയിന്റ് വരുന്നില്ല. പെർഫോമൻസിലും ബ്രേക്കിംഗ് ഒക്കെ ഒരു പെർഫെക്റ്റ്. നമുക്ക് എക്സോസ്റ്റ് ഒന്ന് പെട്ടെന്ന് കമ്പയർ ചെയ്യാം. ഇത് കസ്റ്റം എക്സോസ്റ്റ് ആണ്, സ്റ്റോക്ക് എക്സോസ്റ്റ് കുറച്ച് വിസിലിംഗ് സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇത് വെക്കുമ്പോൾ ഭയങ്കര റംബ്ലിങ്ങും ഭയങ്കര ക്രാക്ലിംഗ് ഒക്കെ ഉള്ള സൗണ്ടാണ്. ഗുർസേവാക്ക് പറഞ്ഞൊരു ബ്രാൻഡിന്റെ എക്സോസ്റ്റ് ആണ്, നമുക്കത് കേട്ട് നോക്കാം. ഫുൾ സ്വൈപ്പ് വന്നു, ഫ്യൂൽ ഇഞ്ചക്ഷൻ ഓൺ ആവണ ആ സൗണ്ട് കേൾക്കാൻ മതി. ഭയങ്കര ലൗഡാണ് വണ്ടി. നല്ല ക്ലാക്ലിംഗ് ഒക്കെ ഉണ്ട്, നല്ല രസം കേൾക്കാൻ. സോ നമുക്ക് ഇനി ഡോമിനാർ സൗണ്ട് കേട്ടോ അല്ലേ? ഇത് ഫുള്ളി സ്റ്റോക്ക് ആണ് കേട്ടോ, ഫുള്ളി സ്റ്റോക്ക്. ആ ഒരു ഫുൾ സ്വൈപ്പ് അപ്പിന്റെ വന്നു, ഫ്യൂൽ ഇഞ്ചക്ഷൻ.
ഭയങ്കര സൗണ്ട് ഒരു രക്ഷയില്ല. സൗണ്ട് ഇത് ഇപ്പൊ സ്റ്റോക്ക് ആയിട്ടാണ് എത്ര ആ ഒരു തമ്പിങ്ങലെല്ലാം നല്ല അടിപൊളി നല്ല sound നോട്ടാണ് നല്ല stock ഒരു note. റെവിങ് സൗണ്ട് എന്ന് പറയില്ല നമുക്ക്. അതാണ്. പിന്നെ അത് നമുക്കറിയാം ഓടി വന്നത് ഡോമിനാർ ആണെന്ന് ആ സൗണ്ട് നമുക്ക് കേൾക്കും. ഒരു കേൾക്കാൻ ക്യാരക്ടറാണ് അതിന്റെ ക്യാരക്ടർ സൗണ്ട് ആണത്. ഇന്റർസെപ്റ്റർ 650 റൈഡ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ആ ടോർക്ക് ഡെലിവറി ആണ്. എല്ലാ റെഫറേഞ്ചും ഒരേപോലെ പവർ ചെയ്യണ വണ്ടിയാണ്. ബിക്കോസ് നമുക്ക് ശാന്തി പിടിച്ച് ഓടിക്കാം, നമുക്ക് മിഡ് എൻഡ് പിടിച്ച് ഓടിക്കാം, വേണമെങ്കിൽ ടോപ്പ് എൻഡ് പിടിക്കാം. അത്രയും ലൈക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി വണ്ടിക്ക് നല്ലതാണ്, എന്താ വെച്ചാൽ വെയിറ്റ് ഉള്ളതുകൊണ്ട്. ആൻഡ് ഈ വണ്ടി ഏറ്റവും ബെസ്റ്റ് മിഡ് എൻഡ് പിടിച്ച് ഓടിക്കണതാണ്. ബിക്കോസ് ഒരു ക്രൂസിങ് ബൈക്കല്ല, മെയിൻ ഇതിൻ്റെ പ്രസൻസ് ആണ്, അടിപൊളിയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, ബ്രേക്സ് അത്യാവശ്യം നല്ലതാണ്, ഡുവൽ ചാനൽ ABS ആണ്, അത്യാവശ്യം ബ്രേക്ക് ഉണ്ട്, റൈഡ് നല്ലതാണ് ബിക്കോസ് നല്ല സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഇച്ചിരി സ്റ്റിഫ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അധികം കോർണർ ചെയ്യാനൊന്നും പറ്റില്ല ബിക്കോസ് ഇത് സ്പോർട്ടി ബൈക്കൊന്നും. പിന്നെ മൈലേജ് പറയുന്നത് സിറ്റിയിൽ 22-20 ആവറേജ് കിട്ടുള്ളൂ, 25 ആണ് മാക്സിമം കിട്ടുന്നത്. പിന്നെ ഹൈവേ കിട്ടുകയാണെങ്കിൽ 27 കിട്ടും. മെയിൻ ഇഷ്യൂ പറയുകയാണെങ്കിൽ ഇൻ്റർസെപ്റ്ററിൽ ആ ഒരു ഫ്യൂൽ ഇൻഡിക്കേറ്ററാണ്. ഇഞ്ചക്ടർ ഇഷ്യൂ, പിന്നെ ബാറ്ററി വീക്ക്നെസ്, ഇതൊക്കെയാണ് കൂടുതലും കേട്ടിരിക്കുന്നത്. മെയിൻ്റനൻസ് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണം 650cc. ഓവർ ഇഷ്യൂസ് ഒന്നുമില്ല, ഇത് മൂന്നാണ് കൂടുതലും കേട്ടിരിക്കുന്നത്. അത് ഇഷ്യൂസ് കവർ ചെയ്താൽ മതി, ബാക്കി പ്രശ്നങ്ങളൊന്നും വണ്ടിക്കില്ല, വണ്ടി ഓടിക്കോളും. മെയിൻറ്റെയിൻ ചെയ്യണം. ഡോമിനാർ ഫോണ്ടറിലേക്ക് വരികയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ദാറ്റ്സ് എ ഹൈ റെവിങ് മോട്ടർ. അത് നമ്മളിങ്ങനെ റെവ് മാച്ച് ചെയ്ത് ഓടിച്ച് കൊണ്ടുപോകേണ്ട ഒരു വണ്ടിയാണ്. ബിക്കോസ് അതിന് മിഡ് എൻഡ് പിടിച്ച് ഓടിക്കുക തന്നെ വേണം, എന്നാലും ആ വണ്ടി കുറച്ച് ഹാപ്പിനെസ് ഉള്ളൂ. ലോ എൻഡിൽ ഓടിക്കാൻ പറ്റില്ല ഈ വണ്ടി. ലോ എൻഡിൽ ഓടിക്കാൻ അത്ര ഒരു സുഖമായ ഒരു കാര്യമല്ല. പിന്നെ സിംഗിൾ സിലിണ്ടറിൻ്റെ ആയതുകൊണ്ട് വൈബ്രേഷൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. ബിക്കോസ് ഇത്രയും പവർ സിംഗിൾ സിലിണ്ടർ എഞ്ചിനിൽ കിട്ടണതുകൊണ്ട് കുറച്ച് വൈബ്രേഷൻസ് ഉണ്ടാവും അത് ഇനീഷ്യലി, പിന്നെ നമ്മളത് യൂസ്ഡായി മാറും. പിന്നെ പറയുകയാണെങ്കിൽ റൈഡ് അടിപൊളിയാണ്, റൈഡ് നല്ലതാണ്. സസ്പെൻഷൻ ബ്രില്യൻ സസ്പെൻഷൻ, രണ്ടും അടിപൊളിയായിട്ട് സോക്കിയും. എസ്പെഷ്യലി റെയർ സസ്പെൻഷൻ ഇസ് സോ ഗുഡ്. മൈലേജ് പറയുകയാണെങ്കിൽ സിറ്റിയിൽ 22-24 ഒക്കെയാണ് മെയിൻലി പറയാറ്. ഓൺ ആൻ ആവറേജ് 27 ആണ് ഡോമിനാറിന് പറയാം, 28 വരെ നമുക്ക് ആവറേജ് പറയാം. അത്രയും പ്രോപ്പർ ഹൈവേയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു 30-32 ഒക്കെ കിട്ടുന്നുള്ളൂ. മെയിൻലി ആവറേജ് 28 ആണ്. ഇഷ്യൂസ് പറയുകയാണെങ്കിൽ കൂളൻ ലീക്ക് ഇഷ്യൂസ് പറയുന്നുണ്ട്, അങ്ങനത്തെ ചെറിയ ഇഷ്യൂസൊക്കെ പറയുന്നുണ്ട്. ബിക്കോസ് രണ്ടും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിൽ പണികൾ തരും. അപ്പോൾ രണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ പ്രശ്നങ്ങളൊന്നും, ഈ കൂളൻ്റെ പ്രശ്നത്തൊക്കെ ഒന്ന് കെയർ കൊടുത്താൽ മതി. വണ്ടി ലൈക്ക് മെയിൻറ്റെയിൻ എന്തായാലും നന്നായിട്ട് മെയിൻ്റെനൻസ് ഉണ്ടാവും, അതനുസരിച്ച് കൊണ്ടുപോയി. ബിക്കോസ് ബജാജിൻ്റെ പ്രീമിയം ആയ ഒരു വണ്ടിയാണ് ഡോമിനാർ. പക്ഷേ നമ്മളതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വണ്ടി നന്നായിട്ട് ഓടിക്കണം. ഇതാണ് രണ്ടിൻ്റെ ഒരു നമ്മൾ 2 ബഡ്ജറ്റ് രീതിയിൽ 2 വണ്ടികൾ. ഇതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ലൈക്ക് 3.5 to 4 lakh റേഞ്ച് ഉണ്ടെങ്കിൽ കോണ്ടിനെൻ്റൽ GT അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ നോക്കാം. 3 lakh ബിലോ ആണെങ്കിൽ ഡോമിനാർ നോക്കാം. ഇതാണ് ഒരു ചെറിയ റിവ്യൂ. സോ ഹേ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇന്റർസെപ്റ്ററിന്റെ പിന്നെ സ്മോൾ ക്യാമിയോ ഓഫ് ഡോമിനാറിന്റെ റിവ്യൂ. ബിഗ് താങ്ക്സ് ടു ആകാശ് ഫോർ ദി ഇന്റർസെപ്റ്റർ ആൻഡ് അതുൽ ഫോർ ബ്രിങ്ങിങ് ഔട്ട് ഹിസ് ഡോമിനാർ ടുഡേ. 100ന്റെ റിവ്യൂ കാണാനായി ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനൊപ്പം തന്നെ ഇതുപോലത്തെ ഷോർട്സും റിവ്യൂസും പിന്നെ ഫുഡ് ടെക് ഓൾ ദോസ് വീഡിയോസ് കാണാനായി ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.